ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ചിലർ മംഗളകരമായ ദിനങ്ങൾ, പിറന്നാൾ, ഷഷ്ഠി, ഏകാദശി എന്നീ ദിനങ്ങളിൽ കളവു പറയാറില്ല. എന്നാൽ ആ ദിവസം കഴിഞ്ഞാലുടൻ അതെല്ലാം ആവർത്തിക്കും. ഇവിടെ വ്രതം കാലത്തിനടിമപ്പെട്ടു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്രതം മഹാവ്രതമാകുന്നില്ല. പ്രതിദിനം അനുഷ്ഠിക്കുന്ന ചര്യകൾ എന്താണോ അത് ജീവിതത്തിലുടനീളം തുടരണം. അപ്പോഴാണ് കാലാതീതമായ മഹാവ്രതം സംഭവിക്കുന്നത്. തമിഴ്നാട്ടിലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ മാർഗഴി മാസം അഥവാ ധനുമാസത്തിൽ പ്രഭാതവേളയിൽ തിരുപ്പാവൈ എന്ന കൃതിയിലെ പാട്ടുകൾ ആലപിക്കുന്ന ചടങ്ങുണ്ട്. ഇത് പുണ്യകരമായ ചടങ്ങായി കണക്കാക്കപ്പെടുന്നു. ഭാഗവതത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ട ഈ കൃതിയിൽ സകല ആത്മാക്കളുടെയും നാഥനായി കൃഷ്ണനെ വർണ്ണിച്ചിരിക്കുന്നു. ഹൈന്ദവ ഭക്തി സങ്കല്പത്തിൽ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നാണല്ലോ വിശേഷിപ്പിക്കാറ്. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീപാദ മേ ശരണു ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീപാദ മേ ശരണ ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീപാദ മേ ശരണ ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീപാദ മേ ശരണ ശ്രീമൻ നാരായണ. കമല സതി മുഖ കമല കമല കിര കമല പ്രിയ കമലേ ക്ഷണ കമല സതി മുഖ കമല കമല കിര കമല പ്രിയ കമലേ ക്ഷണ കമലാസന കിര ഗരുഡ ഗമന ശ്രീ കമലാസന കിര ഗരുഡ ഗമന ശ്രീ കമലന ഭനനെ പദ കമല മേ ശരണ കമലാസന കിര ഗരുഡ ഗമന ശ്രീ കമല നഭനെ പദ കമല മേ ശരണ ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീപാദ മേ ശരണ ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ ശ്രീപാദ മേ ശരണ ശ്രീമൻ നാരായണ. പരമയോഗി
जना भागधेय श्री परम पुरुषा परा परा परम योगी जना भागधेय श्री परम पुरुषा परा परा परमात्मा परमाणुरूप श्री परमात्मा परमाणुरूप श्री तिरुवल्गडगिरिदेव शरणौ परमात्मा परमाणुरूप श्री तिरुवल्गडगिरिदेव शरणौ श्रीमन् नारायण श्रीमन् नारायण श्रीमन् नारायण श्रीपाद मे शरण श्रीमन् नारायण श्रीमन् नारायण श्रीमन् नारायण श्रीपाद मे शरण श्रीमन् नारायण കുളത്തൂപ്പുഴ, ആര്യൻകാവ്, അച്ചൻകോവിൽ, ശബരിമല, കാന്തമല എന്നീ സ്ഥാനങ്ങളിൽ വിഭിന്ന പ്രായഭേദമുള്ള ശാസ്താ സങ്കല്പങ്ങൾ യഥാക്രമം ആരാധിച്ചു വരുന്നു. അച്ചൻകോവിലിൽ ഗൃഹസ്ഥനായ ശാസ്താവാണ് സങ്കല്പം. വിഷചികിത്സയ്ക്ക് പേരുകേട്ട ക്ഷേത്രമാണിത്. നിരവധി ഭക്തരെ വിഷവിമുക്തരാക്കിയ അച്ചൻകോവിലിന്റെ കഥകളാണ് ഇന്നത്തെ കഥയമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ശബരിമലയിൽ സാക്ഷാൽ ഭഗവാന്റെ പ്രതിഷ്ഠാദിനം ഉണ്ടായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ ഒരു കഥ കൂടി ഈ കഥമേമയിൽ ഉൾപ്പെടുത്താം എന്ന് നമ്മൾ കരുതി. അങ്ങനെയാണ് ഇന്നേ ദിവസം ആരെക്കുറിച്ച് സംസാരിക്കണം എന്നോർത്തപ്പോൾ ഭഗവാന്റെ ആ പ്രസിദ്ധമായിട്ടുള്ള ആ ഭക്തിഗാനം നമ്മളൊക്കെ കേട്ടിട്ടുള്ള പാട്ടാണ്. ഈ കുളത്തൂർ പുഴയിൽ ബാലകനായിട്ടും അച്ചൻകോവിലിൽ ആണ്ടവനായിട്ടും ആര്യങ്കാവിൽ അയ്യനായിട്ടും വർത്തിക്കുന്ന അനാഥ ബാലകനായിട്ടുള്ള ആ സ്വാമിയുടെ മനോഹരമായിട്ടുള്ള രൂപം മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വിഷഹാരിയായിട്ടുള്ള അച്ചൻകോവിൽ ശാസ്താവിനെ കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അച്ചൻകോവിൽ ശാസ്താവ് എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാൻ ആത്യന്തികമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണത്. ആരണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അച്ചൻകോവിൽ ക്ഷേത്രം. സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂരിനടുത്ത് പത്തനാപുരത്തിനൊക്കെ അടുത്തായിട്ടാണ്. അമ്പലത്തിൻ്റെ ഒരു സ്ഥലപരിധി നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുക. അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹം ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ഭാവത്തിലുള്ള വിഗ്രഹമാണെന്നാണ് സങ്കല്പം. എന്നുവെച്ചാൽ ശാസ്താവിൻ്റെ 2 ഭാര്യാസങ്കല്പത്തിലുള്ള ആളുകൾ കൂടി അവിടെ ഭഗവാന്റെ കൂടെ ഉണ്ട്. ഒരാളുടെ പേര് പൂർണ്ണ എന്നാണ്, മറ്റൊരാളുടെ പേര് പുഷ്കല എന്നാണ്. ഈ പൂർണ്ണ പുഷ്കല സമേതനായിട്ടുള്ള ധർമ്മശാസ്താവാണ് അച്ചൻകോവിൽ ആണ്ടവൻ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. കേരളത്തിലെ ഭക്തരെക്കാൾ എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും തമിഴ്നാട്ടിലെ ഭക്തരാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് എന്നാണ്. അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ. ധനുമാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് അവിടുത്തെ ഉത്സവം നടക്കുന്നത്. ശാസ്താ ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടും രഥോത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അച്ചൻകോവിൽ ക്ഷേത്രമാണ്. 2, ഭഗവാൻ അവിടെ വിളിക്കുക തന്നെ മണിമുത്തയ്യൻ എന്നാണ് അത്ര. ഭഗവാന്റെ രഥം ആ ദിവസങ്ങളിൽ ഉത്സവ സമയങ്ങളിൽ ആഘോഷമായിട്ട് വലിക്കുന്ന സമയത്ത് ചുരിക ധരിച്ചുകൊണ്ട് വാള് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനാണെന്നാണ് സങ്കല്പം. ആ സമയത്ത് മണിമുത്തയ്യന്റെ രഥഘോഷയാത്ര എന്നാണ് അത്ര അതിനെ വിളിക്കുന്നത് ചെയ്യുക. അത്രയധികം വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ്. പുഷ്പാഭിഷേകത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. ഏറ്റവും കൂടുതൽ അളവിൽ പുഷ്പാഭിഷേകം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് അത്ര അച്ചൻകോവിൽ ക്ഷേത്രം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പാരമ്പര്യങ്ങളാണ് അച്ചൻകോവിൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത കൂടി പറഞ്ഞ് നമുക്ക് ഉപസംഹരിക്കാം. ഇപ്പം സാധാരണ ഒരു ക്ഷേത്രം അത് രാവിലെ തുറക്കും, ഉച്ചപൂജയെ കഴിഞ്ഞ് അടയ്ക്കും, വൈകിട്ട് തുറക്കും, വീണ്ടും അത്താഴപൂജയെ കഴിഞ്ഞ് അടയ്ക്കും. ഇതാണ് സാധാരണ രീതി.
എന്നാൽ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുമ്പോൾ ഒരു വിശേഷപ്പെട്ട സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് സർപ്പദംശനം ഉണ്ടായിട്ട് പാമ്പ് കടിയേറ്റ് നിങ്ങൾ ക്ഷേത്രത്തിൽ വരികയാണെങ്കിൽ, ക്ഷേത്രത്തിലെ കിഴക്കേ വാതിൽക്കോട്ടയ്ക്കകത്തുള്ള മണി മുഴക്കുകയാണെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾ വന്നാലും ക്ഷേത്രം തുറക്കും. ക്ഷേത്രം തുറക്കുക എന്ന് മാത്രമല്ല, ഭഗവാന്റെ ഇടത് കൈയിൽ എപ്പോഴും ഭഗവാൻ കരുതുന്ന ചന്ദനവും തീർത്ഥവും, അല്ലെങ്കിൽ ചന്ദനമാണ് ഉണ്ടാവുക, അത് വെച്ചുണ്ടാക്കുന്ന ഒരു തീർത്ഥം ഔഷധമായിട്ട് ഈ പാമ്പ് കടി ഏറ്റ ആൾക്ക് കൊടുക്കും എന്നാണ് പറയുക. ഒരു തരത്തിലുള്ള ആശങ്കകൾക്കും പിന്നെ സ്ഥാനമില്ല. അവരുടെ ആരോഗ്യം, ആയുസ് ഭഗവാൻ സംരക്ഷിക്കും എന്നാണ് പൊതുവിൽ പറയുന്നത്. എത്രയോ ആൾക്കാരുടെ അത് സാക്ഷ്യപ്പെടുത്തുന്ന കഥകൾ നമുക്ക് അച്ചൻകോവിൽ പോയാൽ കാണാൻ സാധിക്കും. വിഷഹാരിയായിട്ടുള്ള ശാസ്താവാണ് അവിടെ ഉള്ളത്. സർപ്പദംശനം ബാധിച്ച ആളുകൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം. ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വലിയ ക്രമീകരണങ്ങളുണ്ട്. 1-ാം ദിവസം കട്ടൻ ചായ മാത്രമേ കൊടുക്കുകയുള്ളൂ, 2-ാം ദിവസം ഉപ്പില്ലാത്ത പൊടിയേരിക്കഞ്ഞിയെ കൊടുക്കുകയുള്ളൂ. കൃത്യമായിട്ടുള്ള ഒരു നിയമങ്ങളുണ്ട്. പക്ഷേ മുഴുവൻ വിഷവും ഇറങ്ങി ആരോഗ്യവാനായിട്ടാണ് അത്ര ഭഗവാൻ അദ്ദേഹത്തെ തിരിച്ച് വീട്ടിലേക്ക് അയക്കുള്ളൂ എന്നാണ്. അത്രയധികം നിഷ്ഠയാണ് ഭഗവാന് തൻ്റെ ഭക്തർ ആരോഗ്യവാന്മാരായി തിരിച്ചു പോകണം എന്നുള്ളത്. ഇപ്പം വിഷഹാരിയായിട്ടുള്ള അച്ചൻകോവിൽ ശാസ്താവിനെ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ ചെല്ലാം, ഭഗവാനെ ദർശിക്കാം, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാം. കേവലം സർപ്പദംശനം കൊണ്ടുണ്ടാവുന്ന വിഷം മാത്രമല്ല ഭഗവാൻ മാറ്റിത്തരുന്നതെന്ന് കൂടെ മനസ്സിലാക്കുക. ആത്യന്തികമായിട്ട് നമ്മളിൽ പലർക്കും മനസ്സിന് പലതരത്തിലുള്ള വിഷബാധ ഏറ്റ ആളുകളായിരിക്കും. ആ വിഷത്തിനുള്ള ചികിത്സയും നന്നായി അറിയാവുന്ന ആളാണ് ഭഗവാൻ. അദ്ദേഹം ധർമ്മശാസ്താവാണ്, പഠിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ സർപ്പദംശനത്തിനേക്കാൾ വിഷമുള്ള മനസ്സിനേറ്റ വിഷങ്ങൾ പോലും മാറ്റി നമ്മളെ ശുദ്ധീകരിക്കുന്ന ആ ധർമ്മശാസ്താവിൻ്റെ ആ രൂപത്തെ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന അത്ര മനസ്സിലേക്ക് കൊണ്ടുവരാം. എപ്പോഴെങ്കിലും ഭഗവാന്റെ തിരുവുത്സവത്തിലോ ഭഗവാന്റെ രഥഘോഷയാത്രയിലോ ഒക്കെ പോകാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പൂർണ്ണയോടും പുഷ്കലയോടും ഒപ്പം ഏറ്റവും അധികം സംപ്രീതനായിട്ട് സൗമ്യഭാവത്തിൽ തന്നെ അഭയം പ്രാപിക്കുന്ന ഓരോരുത്തരുടെയും ആയുസ്സിനെ സംരക്ഷിച്ചുകൊണ്ട് സദാ വിളങ്ങുന്ന ആ അച്ചൻകോവിൽ ശാസ്താവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. കണ്ണൂർ ജില്ലയിലെ ഊർ പഴശ്ശിക്കാവ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകൾ ഭഗവതിയും വേട്ടയ്ക്കൊരു മകനും ദേവത്താറുമാണ്. നിത്യവും വെള്ളാട്ടമുള്ള ക്ഷേത്രമാണിത്. ഒരേ സമയം ശൈവ ചൈതന്യവും വൈഷ്ണവ ചൈതന്യവും കുടികൊള്ളുന്ന ക്ഷേത്രമായി ഈ ദിവ്യ സങ്കേതം കണക്കാക്കപ്പെടുന്നു. ശനീശ്വര പീഠകളുടെ നിവാരണത്തിന് ഇവിടുത്തെ ദർശനം ഫലപ്രദമാണ് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ശനിയാഴ്ചകൾ ഈ പുരാതന ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. അവിനയമപനയ വിഷ്ണു ദമയ മനഃശമയ വിഷയ മൃഗതൃഷ്ണാം ഭൂതദയാം വിസ്താരയ താരയ സംസാര. ഇത് പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. കാറ്റുമാത്രം കടന്നു ചെല്ലുന്ന വനഭൂമിക്ക് നടുവിൽ ഏത് കാലത്തെന്ന് പറയുവാൻ കഴിയാത്തത്രയും പഴക്കമാർന്ന ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നത്രേ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. സൃഷ്ടിയുടെ കർത്താവായ മഹാവിഷ്ണുവിന്റെയും സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിന്റെയും ചൈതന്യധാരകളും പ്രകൃതിയുടെ മനോഹാരിതയും ഒത്തുചേർന്ന് പരിലസിക്കുന്ന ഒരിടം കൂടിയാണ് തിരുനെല്ലി ക്ഷേത്രം. ക്വചന സമുദ്രോനതാരംഗ. വയനാടിന്റെ ഉത്തരദേശത്ത് കുടക് മലനിരകളോട് ചേർന്ന് ആകാശമുട്ടെ വ്യാപിച്ചു കിടക്കുന്ന ബ്രഹ്മഗിരിയുടെ താഴ്വരയിലാണ് പ്രസിദ്ധമായ ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദൃഷ്ടേ ഭവതി പ്രഭവതി ന ഭവതി കിം ഭവതിരസ്കാര. മാനന്തവാടി മൈസൂർ റൂട്ടിലെ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ ഇടത്തോട്ട് യാത്ര ചെയ്താൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പരമേശ്വര പരിപാല്യോ ഭവതാ ഭവതാപഭീതോഹം
തിരുനെല്ലിയെക്കുറിച്ചുള്ള മാഹാത്മ്യങ്ങളും മഹിമകളും അനവധിയാണ്. പുരാണങ്ങളിൽ എന്നതുപോലെ ഐതിഹ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമത്രേ തിരുനെല്ലി. ത്രിമൂർത്തികളിൽ ഒന്നാമനായ സാക്ഷാൽ ബ്രഹ്മാവാണ് തിരുനെല്ലി ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യങ്ങളിൽ പ്രധാനം. ഒരിക്കൽ ബ്രഹ്മാവ് തന്റെ വാഹനമായ അരയന്നത്തിന്റെ പുറത്തേറി ലോകം ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. ഇടയ്ക്കു വച്ച് വിശ്രമിക്കുവാനായി പ്രകൃതി രമണീയമായ ഒരിടത്ത് ദേവൻ ഇറങ്ങുകയുണ്ടായി. ബ്രഹ്മദേവൻ വന്നിറങ്ങിയ പർവ്വതത്തിന് അന്നു മുതൽ ബ്രഹ്മഗിരി എന്ന് പേര് ലഭിച്ചു. ബ്രഹ്മാവ് ആ ദേശത്തു കൂടി സഞ്ചരിക്കവെയാണ് ചെമ്പക, അശോക, പുന്നാക വൃക്ഷങ്ങൾക്കിടയിൽ ഒരു അസാധാരണമായ നെല്ലിമരത്തിൽ അലങ്കരിക്കപ്പെട്ട ഒരു വിഷ്ണു വിഗ്രഹം ബ്രഹ്മാവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. ആ വിഗ്രഹം ബ്രഹ്മാവ് കൺകുളിർക്കെ കാണുന്നതിന് മുൻപ് അത് അപ്രത്യക്ഷമായി. വിഗ്രഹം അപ്രത്യക്ഷമായ ഉടൻ തന്നെ, അല്ലയോ ബ്രഹ്മാവേ, അങ്ങ് കണ്ട വിഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ്. അതിനാൽ നീ അതിനെ ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാലും എന്നൊരു അശരീരി ഉണ്ടായി. താൻ വിഗ്രഹം കണ്ടുമുട്ടിയ സ്ഥലത്ത് വൈഷ്ണവ ചൈതന്യ പ്രഭാവമുള്ളതായി മനസ്സിലാക്കിയ ബ്രഹ്മാവ് അവിടെ തന്നെ ഒരു യാഗം നടത്തുകയുണ്ടായി. ഉചിതമായ പൂജകൾ ചെയ്ത് പ്രസ്തുത വിഗ്രഹം യഥാവിധി പ്രതിഷ്ഠിച്ച ശേഷം യാത്ര തുടരുകയുണ്ടായി. അന്ന് ബ്രഹ്മാവ് വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലത്താണ് ഇന്ന് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നെല്ലിക്ക കല്ലായി തീർന്ന സ്ഥലത്താണ് ഇപ്പോൾ ഗുണ്ടിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നും പാപനാശിനിയിലേക്കുള്ള വഴിയിലാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാറക്കെട്ടിനുള്ളിലാണ് ഈ ക്ഷേത്രം. ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അനേക കാലം ഗുഹാവാസിയായി കഴിഞ്ഞിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഈ ഗുണ്ടിക ക്ഷേത്രത്തിൽ നിന്നാണത്രേ ഭഗവാൻ പരമശിവൻ ദക്ഷനെ വധിക്കുവാനായി കൊട്ടിയൂരേക്ക് പുറപ്പെട്ടതെന്നാണ് ഐതിഹ്യം. പുരാണങ്ങളിൽ ശ്രീ തിരുനെല്ലി ക്ഷേത്രം ഹരിതശോഭ പൊഴിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ നാമോച്ചാരണത്താൽ ധർമ്മവും, ദർശനത്താൽ ധനവും, പൂജനത്താൽ ആഗ്രഹവും, ധ്യാനത്താൽ മോക്ഷവും ലഭിക്കുമെന്ന് പത്മപുരാണത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ കൊടും പാപങ്ങൾ ചെയ്ത ഏതു മനുഷ്യനും ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാപവിമുക്തനായി സംസാരമോഹത്തിൽ നിന്നും മോചിതനാകുമെന്ന് പത്മപുരാണത്തിൽ പറയുന്നു. തിരുനെല്ലിയിലെ ഗംഗാനദിയായ പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ചാൽ സകല പാപങ്ങൾക്കും പരിഹാരമായെന്നും ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പരേതാത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുമെന്നും വിശ്വസിച്ചു വരുന്നു. ഇവിടെ ശ്രാദ്ധമൂട്ടിയാൽ ഗയാശ്രാദ്ധത്തിന്റെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം. ഇവിടെ വച്ച് പിതൃക്രിയ നടത്തുന്നത് വംശവൃദ്ധിക്കും ഐശ്വര്യത്തിനും പിതൃപ്രീതിക്കും വിശേഷപ്പെട്ടതാണെന്നാണ് വിശ്വസിച്ചു. പാപനാശിനിയിലാണ് വിഖ്യാതമായ പിണ്ടപ്പാറയുള്ളത്. പാപനാശിനിയിലെ വെള്ളം പിണ്ടപ്പാറയിൽ വന്നു വീഴുന്നു. മരിച്ചവർക്കായി പിണ്ടം വയ്ക്കുന്നത് പിണ്ടപ്പാറയിലാണ്. പിണ്ടപ്പാറയെപ്പറ്റി പ്രസിദ്ധമായ ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ്. പാഷാണഭേദി എന്നു പേരായ ഒരു അസുരനെ മഹാവിഷ്ണു ഒരിക്കൽ ശപിക്കാനിടയായി. വിഷ്ണുവിനാൽ നിഗ്രഹിക്കപ്പെടുമെന്ന് തീർച്ചയായ പാഷാണഭേദിയുടെ അപേക്ഷ മാനിച്ച് വിഷ്ണു അവനെ പുണ്യശിലയാക്കിയെന്നും തിരുനെല്ലി മുതൽ ഗയ വരെയുള്ള ശിലാഖണ്ഡം ഈ അസുരന്റെ ശരീരമാണെന്നുമാണ് ഐതിഹ്യം. മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമന് തിരുനെല്ലിയുമായുള്ള ബന്ധം
വളരെ പാവനമാണ്. പരശുരാമൻ തനിക്ക് ശിവനിൽ നിന്നും കിട്ടിയ മഴുകൊണ്ട് 21 തവണ ക്ഷത്രിയ രാജാക്കന്മാരെ വധിച്ച് അവരുടെ രക്തം കൊണ്ട് സെമന്തപഞ്ചകം എന്ന തടാകം നിറച്ചതായി ഒരു ഐതിഹ്യമുണ്ട്. ഈ വീരഹത്യാ പാപനിവൃത്തിക്കായി ഭൂമി മുഴുവൻ പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഇതിനും പുറമെ പരശുരാമൻ തന്റെ പിതാവിന്റെ കൽപ്പനയനുസരിച്ച് സ്വന്തം മാതാവിനെ വധിക്കേണ്ടി വന്നു. ദുഃഖിതനും പശ്ചാത്താപ വിവശനുമായി തീർന്ന പരശുരാമൻ പാപപരിഹാരാർത്ഥം പല പുണ്യസ്ഥലങ്ങളിലും പോയി പ്രാർത്ഥനയും കർമ്മങ്ങളും നടത്തിയെങ്കിലും മനസ്സംതൃപ്തി കൈവരാതെ അവസാനം തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ബലികർമാദികൾ നടത്തിയെന്നാണ് ഐതിഹ്യം. കിഴക്കോട്ട് ദർശനമായിരുന്നാണ് തിരുനെല്ലിയിൽ മഹാവിഷ്ണു ഭക്തർക്ക് അനുഗ്രഹാശിസുകൾ ചൊരിയുന്നത്. ചതുർബാഹു രൂപത്തിലുള്ള വിഷ്ണു സ്വരൂപമാണ് പ്രതിഷ്ഠ. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നീ മുദ്രകളോടുകൂടി വിളങ്ങുന്നതാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. തിരുനെല്ലിയിലെ മഹാവിഷ്ണുവിന് പെരുമാൾ സ്ഥാനമാണുള്ളത്. 5 പൂജയാണ് നിത്യേന ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. ബ്രഹ്മദേവൻ പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ രാത്രികാലങ്ങളിൽ ബ്രഹ്മദേവൻ ഇവിടെ വന്ന് പൂജ നടത്തുന്നതായും വിശ്വസിച്ചു വരുന്നു. രാത്രി നട അടയ്ക്കുന്നതിന് മുൻപ് മറ്റൊരു പൂജയ്ക്കായി എല്ലാം ഒരുക്കി വയ്ക്കുന്ന ചടങ്ങും ഇവിടെയുണ്ട്. ഇത് ബ്രഹ്മാവിന് പൂജ നടത്തുവാൻ വേണ്ടിയാണെന്നാണ് വിശ്വാസം. പ്രതിമകളെ പിതൃക്കളായി സങ്കല്പിച്ച് നടത്തുന്ന പൂജ തിരുനെല്ലിയിൽ പ്രധാനമാണ്. കൊട്ടിയൂർ ക്ഷേത്രവുമായി തിരുനെല്ലി ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തി ഐതിഹ്യം നിലവിലുണ്ട്. പണ്ട് കൊട്ടിയൂരെ ഉത്സവ ആവശ്യത്തിനായുള്ള അരി കൊണ്ടുപോയിരുന്നത് തിരുനെല്ലിയിൽ നിന്നായിരുന്നു അത്രേ. അരി കൊണ്ടുവരാൻ കൊട്ടിയൂരിൽ നിന്നും ഭൂതഗണങ്ങൾ വരികയായിരുന്നു പതിവ്. ഇടവത്തിലെ വിശാഖം നാളിൽ തിരുനെല്ലിയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് ഭൂതത്താനെ പറഞ്ഞയക്കൽ ചടങ്ങുണ്ട്. ഉത്സവം കഴിഞ്ഞാൽ ഭൂതത്താനെ തിരിച്ചയക്കുന്ന ചടങ്ങ് കൊട്ടിയൂരിലും നടന്നു വരുന്നു. തിരുനെല്ലി ക്ഷേത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമത്രേ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം. തിരുനെല്ലിയിൽ നിന്നും തെക്ക് കിഴക്കായി നരിനിരങ്ങി മലകൾക്കപ്പുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുൻകാലത്ത് തൃശ്ശിലേരിയിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു തീർത്ഥാടകർ തിരുനെല്ലിയിലെത്തുക. തിരുനെല്ലിയിൽ പാപനാശിനിയിൽ പിതൃകർമ്മം ചെയ്യുന്നവർ തൃശ്ശിലേരിയിലെ ക്ഷേത്രത്തിലെത്തി തൊഴുത് വിളക്കുമാല വഴിപാട് നടത്തണമെന്നതാണ് ആചാരം. പാപനാശിനിയിൽ ചെയ്യുന്ന പിതൃകർമ്മം തൃശ്ശിലേരിയിലെ ശ്രീ മഹാദേവ പാദങ്ങളിലും പതിയുന്നു എന്നാണ് വിശ്വാസം. മുഖ്യദേവനായ മഹാവിഷ്ണുവിന് പുറമെ ഗണപതി, ഭഗവതി, ശിവൻ എന്നിവർ ഉപദേവന്മാരായും തിരുനെല്ലി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. സർവ്വദുരിതങ്ങളും ദുഃഖങ്ങളും തിരുനെല്ലി പെരുമാളിൽ സമർപ്പിച്ച് പരേതാത്മാക്കളുടെ ശാപത്തിൽ നിന്നും മുക്തി നേടാനായി പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടാനെത്തുന്നവർ ഭഗവാനെ കൺകുളിർക്കെ ദർശിച്ച് സായുജ്യമടയുകയാണ്. രാജപുത്രിയായ ശർമ്മിഷ്ഠ ദേവയാനിയുടെ സഹായിയായി കഴിയേണ്ടി വന്നു. എന്നാൽ പുരു എന്ന പുത്രൻ കാരണം അവൾക്ക് രാജമാതാവാകാൻ കഴിഞ്ഞു. കദ്രു എന്ന സഹപത്നിയുടെ അടിമയായി കഴിയേണ്ടി വന്ന വിനതയ്ക്ക് ഗരുഡൻ എന്ന സത്പുത്രൻ കാരണം അടിമത്വത്തിൽ നിന്ന് മോചനം ലഭിച്ചു. സത്സന്താനങ്ങൾക്കായി പ്രാർത്ഥിക്കുക. സന്താനങ്ങളെ നന്മയുടെയും സ്നേഹത്തിന്റെയും പാതയിൽ നയിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.